ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇവിടെ ഒരാൾ സ്പ്രേന്റെ കുപ്പിയൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. സത്യം. ഇപ്പൊ എത്ര ടൈം? ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ആണ്, ഗുജറാത്തിലേക്ക് പോവാണ് കേട്ടോ. അതിന് വേണ്ടി റെഡിയൊക്കെ ആയതാ. രാവിലെ എണീച്ച് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? നമ്മളെ ബർഗർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്ത് പിന്നെ മേലൊക്കെ കഴുകി ഇപ്പം റെഡിയായി, ഇപ്പം സെറ്റായി. ഇതാണ് ഔട്ട്ഫിറ്റ്, ഇതാണ് നമ്മളുടെ ആളുടെ ഔട്ട്ഫിറ്റ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ എയർപോർട്ടിൽ പോയിട്ട് അവിടെ എത്തിയിട്ട് നോക്കാം അല്ലേ. ഇത് വിസ്കോണ്ടിയുടെ 2 പെർഫ്യൂം കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിൽ ക്വീൻസ് കളക്ഷനും ഉണ്ട്, കിങ്സ് കളക്ഷനും ഉണ്ട്. പ്രീമിയം ക്വാളിറ്റിയിൽ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഡെയിലി വെയറിനൊക്കെ സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഈ പെർഫ്യൂംസിൽ അഡ്വാൻസ്ഡ് ആൻറ്റി സ്റ്റെയിൻ ടെക്നോളജിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഡ്രസ്സിൽ സ്റ്റെയിൻ ഒന്നും ഉണ്ടാവില്ല നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ. ഒരു റിച്ച് ഇൻറ്റൻസ് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഈ ഒരു പെർഫ്യൂംസിനുള്ളത്. ഇപ്പം ഞാൻ കാണിച്ചത് കിങ്സ് കളക്ഷനിൽ വരുന്ന 4 പെർഫ്യൂംസ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് വിസ്കോണ്ടിയുടെ തന്നെ ക്വീൻസ് കളക്ഷൻ ആണ് കേട്ടോ. 4 ബ്യൂട്ടിഫുൾ പെർഫ്യൂംസ് ഇൻ 4 ബ്യൂട്ടിഫുൾ ബോട്ടിൽസ് ആണ് കേട്ടോ. സ്മോൾ ക്യൂട്ട് ലിറ്റിൽ പാക്കിംഗ് ആണ് ഇതിൻ്റെ. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് MVP എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. കേട്ടോ. ഫോമൽ അറ്റാറിനൊക്കെ നല്ലതായിരിക്കും. പിന്നെ അടുത്തത് ക്വീൻ ഓഫ് ഹാർട്ട്സ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. ഇതൊരു റൊമാൻറ്റിക് മൂഡിനൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. ഒരു ഡേറ്റ് നൈറ്റിനൊക്കെ നമുക്ക് പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പെർഫ്യൂമാണ്. നല്ലൊരു സ്മെല്ലാണ്. പിന്നെ ഇത് ഫാഷനിസ്റ്റ, ഒരു ഗ്ലാമറസ് സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഈ വയലറ്റ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിസ്കോണ്ടിയുടെ പെർഫ്യൂംസ് കാണാൻ വരെ ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഷുഗർ ആൻഡ് സ്പൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇതൊരു ഡെലിക്കേറ്റ് സ്മെല്ലാണ്. ഒരു റിലാക്സിങ് ഔട്ടിങ്സിനൊക്കെ സ്യൂട്ടബിൾ ആയിരിക്കുന്ന കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഈ പെർഫ്യൂമൊക്കെ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും കേട്ടോ. കാരണം കാണാനും ഒരു പ്രീമിയം ലുക്കാണ്, നല്ല സ്മെല്ലാണ്. അപ്പോൾ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു ഗിഫ്റ്റ് മെറ്റീരിയലും കൂടെയാണ്. വിസ്കോണ്ടിയുടെ പെർഫ്യൂംസ് പിന്നെ ജെൻറ്റിൽ ഓൺ സ്കിന്നാണ് കേട്ടോ. അതായത് സ്കിന്നിന് ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല. ഞങ്ങളുടെ സ്കിൻ ഇറിറ്റേഷനൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരൊരു സ്കിൻ ഫ്രണ്ട്ലി ഫോമുലയാണ് യൂസ് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാ സ്കിന്നും സ്യൂട്ടബിൾ ആണ്. പിന്നെ 20% പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവരുടെ പെർഫ്യൂംസ് നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യും. കുറേ നേരം സ്മെല്ല് നിന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയതായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂപ്പൺ കോഡായിട്ടുള്ള ADILA15 യൂസ് ചെയ്തിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഓഫറും ഉണ്ടാവും. ചെക്കിനൊക്കെ ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഉള്ളിലിരിക്കുക. അപ്പം ഇനി എപ്പോഴാണ് ഫ്ലൈറ്റ്? 9:10 ഫ്ലൈറ്റാണ്. അപ്പോൾ 7 ആയിട്ടുള്ളൂ. 7 ആയിട്ടുള്ളൂ. ഞാൻ നമ്മളോട് പറയാണ് നമുക്ക് ലോഞ്ച് ആക്സസ് ഒക്കെ നോക്കിയാലോ അവിടെ ഉണ്ടെങ്കിലോ. കാരണം നമ്മളൊന്നും മിസ് ചെയ്യാൻ പാടില്ല. കഴിച്ചിട്ടുണ്ടോ എന്നാണ് വിശപ്പ്. അല്ല, എനിക്കിങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഡിജി യാത്ര ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ക്യൂ നിൽക്കേണ്ടി വന്നു. ഡിജി യാത്ര ചെയ്താൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ട സമയം അവിടെ കുറഞ്ഞു കിട്ടും. എൻ്റെ ചെയ്തതാണ്, പക്ഷെ ഞാൻ ഈ ജന്തുവിന് വേണ്ടിയിട്ട് അതിൽ കയറിയില്ല. യു ഷുഡ് ഹാവ് പോവൽ ഇൻ ദാറ്റ്. അയ്യടി, ഇവളുടെ പേരിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം അതിൽ കിട്ടിയില്ല, മിസ് മാച്ച് കാണിച്ച്. അപ്പം അങ്ങനെ ഡിജി യാത്രയിൽ കിട്ടിയില്ല. ഡിജി യാത്രയാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയുമല്ലേ, ഇത് തിരക്കില്ല. പെട്ടെന്ന് വെയിറ്റിംഗ് ഒന്നുമില്ല, ആൾക്കാരില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും എന്താ പറയുക സാധാ ക്യൂവിലാണ്. അതൊക്കെയാണ് സംഭവം. ഇവിടെ പറഞ്ഞോട്ട് ലോഞ്ചിൽ കയറിയാലോ എന്നാണോ ആലോചിക്കേണ്ടത്. വയറിൻ്റെ വിളി വരുന്നുണ്ട്. വെറുതെ കയറി വയ്ക്കാലോ. പോകണോ ഇനി? അവിടെ വരെ പോകണ്ടേ? അതിന് അവിടെ വരെ പോകാൻ പറയുന്ന ഒരു ബാഗല്ലേ ഉള്ളൂ കയ്യിൽ. ഇപ്പം ആവശ്യം എന്തോ ഭാഗ്യത്തിന് ഗൈസ് നമ്മളെ ഗൈസ് ലഗേജ് കുറവാണ്. അതെന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ 2 ദിവസത്തിനുള്ളൂ, 2 ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. നമ്മൾ നീട്ടിയില്ല. 2 ദിവസം പരിപാടിയേ ഉള്ളൂ. പക്ഷെ നമ്മൾ 2 പ്ലേസ് കവർ ചെയ്യാന്നുള്ള രീതിക്ക്
പ്ലേസ് അല്ല കേട്ടോ, മൊത്തത്തിൽ 2 പ്ലേസ്. നമ്മളൊരു പ്ലേസ് ആണ്, ഒരു പ്ലേസ് തന്നെയല്ലേ സംഭവം. ഒരു ക്യാസിലുണ്ട്, അതുപോലെ തന്നെ 2 ക്യാസിൽ, ഒരു ഫോർട്ട്, ഒരു ക്യാസിൽ, അങ്ങനെ എന്തോ 2 സാധനം ഉണ്ട് അടുത്തടുത്താണ്. പിന്നെ ഒരു ബീച്ചും ഉണ്ട്, അവിടുത്തെ ഫേമസ് ബീച്ച് അതൊക്കെയാണ് നമ്മൾ ഗൂഗിൾ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ പോയി നോക്കാം ഫേമസ് ആണോ ഫേമസ് ആണോ എന്നൊക്കെ. അത് തന്നെ. പിന്നെ പ്രത്യേകിച്ച് ഗുജറാത്തിലൊന്നും അങ്ങനെ ലൈക്ക് ഓവർ നമുക്ക് കാണാൻ പാകത്തിനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ പോവല്ലേ, നമ്മൾ നോക്കിയപ്പോൾ കണ്ടില്ല കേട്ടോ, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, നമുക്കറിയാൻ പാടില്ല. ശരിയാണ്. ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റാണ് ഐറ്റിനറിക്കൊക്കെ വേണ്ടിയിരുന്നത്. എന്തോന്നാ itinerary. അപ്പം അത് ഞാൻ എന്താ പൂച്ച. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഗുജറാത്തിൽ പോണത് എന്താണെന്ന് വെച്ചാൽ ഒരു ഷോപ്പിൽ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റ് അല്ല, ഒരു ഡ്രസ്സിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ, അല്ലേ? ഇതേ ഫ്ലൈറ്റുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ കറക്റ്റ് സൗദിക്ക് പോകണം ഒരു വൈബ് അടിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നേ. പോണം 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 എന്താ അതെ തോന്നും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ, എനിക്ക് അങ്ങനെ നൊസ്റ്റു ഒന്നും അടിച്ചൊന്നുമില്ല. എനിക്ക് നൊസ്റ്റു അടിച്ചു, കാരണം എനിക്ക് സൗദിയിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ആ ഒരു മെമ്മറി സ്ട്രൈക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. എനിക്കില്ല, മെമ്മറി ഇതായില്ല. അവള് നോണ പറയുകയാണ്, പറയണം. നിങ്ങൾ ആരോടെ വിശ്വസിക്കരുത്. അവളുടെ ഈ കരച്ചിൽ മോന്ത കണ്ടിട്ട് നിങ്ങൾ വീട് പുകരുത് അവളുടെ ഐഡിയകൾ. സൗദിയിൽ പോകുന്നതായിട്ടൊന്നും എനിക്ക് നൊസ്റ്റു അടിച്ചില്ല. പക്ഷെ എന്താ പറയുക, പുറത്തേക്കൊക്കെ ഒരു പോകണം എന്നുള്ളൊരു ഇത് വന്നു. പുറത്തോട്ട് പോകണം, നോക്കാം. പിന്നെ അവിടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ ചൂയിങ്കം രാവിലെ കഴിച്ചിട്ട് ഇറങ്ങി, അതൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ചൂയിങ്കം കൊടുത്തപ്പോൾ സെക്യൂരിറ്റി നോക്കുക, എന്താ ഇവരെന്തിനി വേറെ എന്തെങ്കിലും ആണ് വായിലോട്ടിട്ട് ഇതാക്കണത്, അത് സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ തന്നെ ഉള്ള ഒരു രീതിക്ക്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ ലേ ഓവർ ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ സൂറത്തിലേക്ക് പോവുക. ബാംഗ്ലൂരിൽ ഞങ്ങൾ എന്തായാലും ലോഞ്ച് ആക്സസ് ട്രൈ ചെയ്യാമെന്ന് കരുതുന്നത്. ഇവിടുന്ന് ഇപ്പം ട്രൈ ചെയ്യാൻ മതി, നോക്കട്ടെ. അങ്ങനെയൊക്കെയാണ് ഒരു ഇത് പ്ലാൻ. പക്ഷെ മോർണിംഗ് ഫ്ലൈറ്റ് കുറച്ച് പാടാണ്. രാവിലെ ഞാനാണ് ആദ്യം എണീച്ചത്. ഞാൻ തണുപ്പുള്ളത്തിൽ തലയൊക്കെ നനച്ച് കുളിച്ചിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. ഇവള് ആ ഷവറിന്റെ അടിയിലോട്ട് കയറിയതും കണ്ട് ഇറങ്ങിയതും കണ്ട് ഇങ്ങനെ കണ്ണടച്ചപ്പോ കയറി കണ്ണുറന്നപ്പോ ഇറങ്ങി. ഇങ്ങനെയായിരുന്നു കുളി. കാക്ക പോലും ഇത്ര സ്പീഡിൽ കുളിക്കൂല. കാക്കക്കുളി എന്ന് പറയൂലേ, ഇതല്ല, വേറെ ആരുടെയോ കുളിയാണ്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ട് മനസ്സിലായിട്ട് കുറച്ച് പേര് വന്ന് സംസാരിച്ചിട്ടോ. അവര് പിക്ക് എടുത്തു. കാസർഗോഡ് നിന്നാണ് ലക്ഷദ്വീപ് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അവരങ്ങനെ വന്ന് കുറച്ച് നേരം സംസാരിച്ച്, അതാണ് അവിടെ ഒരു ഇൻട്രപ്ഷനൊക്കെ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് ബുക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് ബുക്ക് കടയിലാട്ട് കണ്ട് ഞാനൊരു ഒറ്റ ഓട്ടം ഓടിക്കുന്നു. ഞാൻ ബോറടിച്ച് ഞാൻ ചത്ത്. എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി അവിടെ വരുത്തിയിരിപ്പിക്കാൻ നോക്കുകയാണ് പെണ്ണുമ്പുള്ള. എനിക്ക് ബുക്ക് ഇങ്ങനെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ബുക്ക് ഓൾറെഡി കുറേ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് കഴിഞ്ഞതിന് ശേഷമേ ഇനി ബുക്ക് വാങ്ങുള്ളൂ എന്നുള്ളൊരു സാധനത്തിലോട്ടാണ് ഞാൻ എത്തിയേക്കുന്നത്. അല്ലെങ്കിൽ കുടുംബം കുട്ടിച്ചോറാവും. കാരണം എനിക്കിവിടെ ബുക്ക് ആരും വാങ്ങി തരുന്നില്ല. അത് വായിച്ചുള്ള ബുക്ക് വായിക്കൂല, കാണുമ്പോൾ അത് വാങ്ങണം. എനിക്കെന്താ അറിയില്ല, ബുക്കിനോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ക്രേസും അഡിക്ഷനൊക്കെയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എത്തി. ഇനിയിപ്പോൾ വൈകി പോകണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് കറക്റ്റ് ടൈമിലെത്തുന്നത്. സത്യം. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു നെട്ടോട്ടം ഓടുന്നൊരു സീനൊക്കെ നിങ്ങൾ കാണാൻ കിടക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും തലേ ദിവസം ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കിടന്നത്. 1:30 കഴിഞ്ഞു. 1:30 മൂവിയൊക്കെ കണ്ട് ഞങ്ങള്. ധനുഷിൻ്റെ ഒക്കെ അതൊരു പഴയ പടം, ധനുഷിൻ്റെ മഞ്ജു വാര്യരുടെയൊക്കെ, അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ലേറ്റ് ആയിട്ട് ഞങ്ങൾ കിടന്നത്. എന്നിട്ട് നേരത്തെ എണീച്ചതിന് ഭയങ്കര ചടപ്പായിരുന്നു അല്ലേ. ബാംഗ്ലൂരിൽ എത്തിയിട്ട് നമ്മൾ ലോഞ്ച് ആക്സസ് ചെയ്യണം എന്ന് കരുതിയിരിക്കാൻ കേട്ടോ. പിന്നെ എത്തിയിട്ട് നോക്കാം നടക്കോ ഇല്ലയോ എന്നൊക്കെ. നമ്മൾ കേട്ടില്ല, നമുക്ക് കിട്ടിയില്ല ഗൈസ്. നമ്മളെ കാർഡ് എലിജിബിൾ അല്ല. ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്നല്ലോ, ഇപ്പൊ എലിജിബിൾ അല്ല. അതിപ്പോ എന്തോ ഇതുണ്ട് ഇടക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് ബാങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളവർ പറഞ്ഞിട്ടോ നമ്മൾ ബോർഡിംഗ് പാസ് പോലും വാങ്ങാണ്ടാണ് തിരിച്ചു വന്നത്. നമ്മള് കാർഡ് എലിജിബിൾ അല്ലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാകെ കാരണം നമ്മളാകെ വന്നതാണ്. ഡൽഹിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അത് ഇപ്പോഴത്തെ എന്തോ പ്രശ്നമാണ് ഈ കാർഡിന്റെ. ഇപ്പൊ ആ ഒരു എലിജിബിലിറ്റി പോയിട്ടുണ്ടാവും മതി. അപ്പൊ നമ്മളിനി ഫുഡ് നോക്കുകയാണ്. നമുക്ക് വിശപ്പടങ്ങാൻ പാകത്തിനുള്ള എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഞങ്ങള് നോക്കി കണ്ടുപിടിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ വെയിലത്ത് കൂടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഫുഡ് കഴിക്കുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ ടൈം കഴിഞ്ഞു പോയി.
എന്നിട്ട് നമ്മൾ സൂറത്തിലെത്തിയിട്ട് എയർപോർട്ട് കുഴപ്പമില്ല കേട്ടോ, ഒരു ആവറേജ് എയർപോർട്ട്, നമ്മുടെ നാട്ടിലത്തെ ചെറിയൊരു ഏഴയിലെത്തൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ആ റൂമിലെത്തി. നമ്മളൊരു Airbnb ആണ് എടുത്തത്, അതൊന്നും എടുത്തത്. അപ്പോൾ നമ്മൾ ടയേർഡാണ്, നല്ല ടയേർഡാ, ഉറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ ഫുഡ് ആണെങ്കിലും മര്യാദക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. സോ ഫുഡ് നമ്മൾ മറ്റേ എന്തോന്നാ ചിക്കൻ അല്ല KFC വാങ്ങിയെങ്കിൽ നമ്മൾ ആദ്യം പിടിച്ചിട്ടാണ് കഴിച്ചത്. അപ്പം അത് കഴിക്കാത്ത ബാക്കി ബർഗർ ബാഗിലിരിപ്പുണ്ട്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ബർഗർ ഉണ്ടെന്ന് ഗുജറാത്തിലിരുന്ന് കഴിക്കും. അത് മാത്രമല്ല വേറെ എന്തെങ്കിലും വാങ്ങണം, കഴിച്ചൊന്നും ആവൂല. ഇവിടുത്തെ എയർപോർട്ടൊക്കെ ലൈക്ക് ഒരു ചെറിയൊരു സൈലന്റ് എയർപോർട്ട്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് സൈലന്റ് എയർപോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ആരും മിണ്ടൂലെന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാര്. എയർപോർട്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മള് നാട്ടിലൊന്നും അതിന്റെ ഒന്നും കാൽഭാഗം പോലും ഇല്ല. പിന്നെ ഇവിടെ ആണെങ്കിലും ഫുള്ളൊരു നമ്മളെ നാടൊന്നും പോലെ അല്ല അല്ലേ, ഭയങ്കര ഒരു ഡിഫറെന്റ് ഒരു പ്ലേസ് തന്നെ. അപ്പോൾ ഇവിടെ നമ്മളിനി 3 ദിവസം ഉണ്ടാവും. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ പോയി, എന്തിനു വന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു റൂം ടൂറൊക്കെ എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അയ്യോ, റൂം ടൂർ എടുക്കാൻ മാത്രമൊന്നുമില്ല, ഒരു എന്താ പറയുക, ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഇത് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണ്. കുഴപ്പമില്ല, നല്ലൊരു അത്യാവശ്യം നല്ലൊരു. നമ്മള് പിക്കില് കണ്ടതല്ല, പിക്കില് കണ്ട പോലത്തെ റൂം അല്ല ആക്ച്വലി. അപ്പൊ അങ്ങനെ ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായി. ബട്ട് ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഇവിടെ എത്തിയ പിന്നെ തുമ്മല് ഒരു സ്മെല്ലാണ് അല്ലേ, എല്ലായിടത്തിലും ഒരു വാടമണം. ഒരു വാടമണം ഉണ്ട് റോഡിലോട്ട്. അതായാലും ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറിയിട്ടാണെങ്കിലും എന്തോ ഒരു ഇതുപോലെ ഉണ്ട്. അതൊക്കെയാണ് സംഭവങ്ങൾ. ഇനി നമ്മൾ പോയി ഫുഡൊക്കെ കഴിക്കണം, എന്നിട്ട് സെറ്റായി ഉറങ്ങണം. കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോയി നമ്മുടെ ട്രിപ്പ് പ്ലാനർ പാത്തുമത്തോൻ പറക്കണ്ടി നൂറത്തോനാണ്. അത് വേണ്ട. അപ്പൊ ഇവളാണ് ഇന്നത്തെ ഗുജറാത്ത് ട്രിപ്പ് ഫുള്ള് പ്ലാൻ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് പ്ലാൻഡ് ആയിട്ട് ഒരു ഫുൾ ഐറ്റിനറി വേണമെങ്കിൽ ഇവളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ആള് സെറ്റ് ആക്കി തരും അല്ലേ. അതെ, ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങാം, അതിന്റെ തന്നെ ഒരു വ്ളോഗ് നമ്മുടെ വരുന്നുണ്ട്. വ്ളോഗൊക്കെ എടുത്തുക്കോ. ഇല്ല ബേബി, അതങ്ങനെ പറയണം, അതെങ്ങനെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നത്. നമുക്ക് എങ്ങനെ ഇപ്പൊ ഇതില് പറയണ്ടേ, ഇരുന്നാൽ നമ്മൾ ഉറങ്ങും, നമ്മളെല്ലാം ബേബി. അപ്പൊ ഇവളാണ് ഇതിന്റെ ഫുൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി കൊണ്ടുവന്നേക്കാണ്. കേരളത്തിൽ നിന്ന് കൊച്ചു ബുക്കില് എഴുതിയേക്കണാണ്. മാത്രമൊന്നും ഇല്ല, ഇവളൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ എഴുതി വെച്ചു, അത്രേ ഉള്ളൂ. കാരണം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കണ്ടേ, എന്തെങ്കിലും നമ്മള് പ്ലാൻ ചെയ്യണ്ടേ, ഒന്നും പ്ലാൻ ചെയ്തില്ല, അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അത് കേക്കാൻ വയ്യായിട്ട് 2 സ്ഥലം തപ്പിട്ടാ 2 സ്ഥലമായിട്ട് എഴുതിയിട്ട് കൊറേ ഒന്നും പോകുന്നില്ല, 2 പ്ലേസിലേ പോകുന്നുള്ളൂ. ബാക്കി വേറെ പരിപാടി ഉണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴാണെങ്കിലും അത്രക്ക് നമ്മള് കണ്ടില്ല, ഫൈൻഡ് ചെയ്തില്ല. ഞങ്ങള് നോക്കിയപ്പോ കൊറേ പ്ലേസ് ഞങ്ങൾ നോക്കി, പക്ഷെ നോക്കിയതൊന്നും തന്നെ ഒരു ഇത് ഞങ്ങക്ക് തോന്നിയിട്ടില്ല, ഒരു ത്രില്ല് തോന്നിയില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കുറച്ച് ദൂരത്താണ് അല്ലായിരുന്നോ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എന്റെ പുതപ്പ് വെച്ചിട്ടാണ് ഇവള് പുതച്ചത്. ഞാൻ പറഞ്ഞു 2 പുതപ്പ് കൊണ്ടുവരാന്ന്, ഫ്ലൈറ്റില് തണുക്കൂലേ. അപ്പൊ ഇല്ല അതൊന്നും വേണ്ട, കോട്ടില് ലഗേജിൽ ഇടാനുള്ളതാണ്. എന്നിട്ട് കൂടുതൽ കഥയൊന്നും വേണ്ട പോതള്ളേ. എന്നിട്ട് അത് കൊണ്ടുവന്നത് അത് മരിക്കണുണ്ടോ, അതാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് എനിക്ക് തരാതെ തനിയെ തണുപ്പത്ത് പുതച്ചിരുന്ന ദുഷ്ടത്തിയാണ് ഈ ദജ്ജാൽ. എന്റെ പാപ്പ. ഫുഡൊക്കെ കഴിക്കാൻ മതി. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ജന്തു പിടിച്ച ഒരു പാർട്ട്ണർ നിങ്ങൾക്കുണ്ടെങ്കിൽ ആളെ താഴെ ടാഗ് ചെയ്യുക. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെ എടുത്തുണ്ടോ എന്നുള്ളതൊക്കെ അറിയാം. ആര്? മോള്. ഞാനെന്താ എടുക്കാനാ, പുതപ്പെടുക്കും. അല്ലാണ്ട് ഇപ്പം എന്താ, ഞാൻ എൻ്റെ കോട്ട് എടുക്കും. ഐ വോണ്ട് ഡിപ്പെൻഡ് ഓൺ യുവർ പുതപ്പ്. ഓക്കെ, കോട്ട് എടുത്താൽ ഇവക്ക് കിടക്കണമെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ തോളത്ത് അല്ലെങ്കിൽ എൻ്റെ മടിയിൽ. ഞാനൊരു പാർട്ട്ണറിന് വെച്ചപ്പോ ഞാൻ വിചാരിച്ചു സ്നേഹിച്ചോ വെച്ചപ്പോ അപ്പൊ ഞാൻ അങ്ങനെ എന്താ നല്ലതൊക്കെ വിചാരിച്ച. പക്ഷെ ഇത് തന്നെ ഒരു ടേബിളാക്കി യൂസ് ചെയ്യും, ബെഡാക്കി യൂസ് ചെയ്യും, പുതപ്പാക്കി യൂസ് ചെയ്യും. ഒരു പാർട്ട്ണറിന്റെ നിരോധനം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാൻ വരെ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ജനിക്കാതെയുള്ള മക്കളെ കോർത്തിട്ടാണ്
അതെനിക്കത് ഇപ്പോൾ ഫ്യൂച്ചറിലുള്ള മക്കളെ ഓർത്തിട്ടാണ് ഞാനിപ്പോൾ വേണ്ടാന്ന് വെക്കുന്നത്. ആണോ? അല്ല, ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ, അല്ലെങ്കിൽ ഉള്ളതിനെ പിടിച്ച് തിന്നും. പോവാം. പോവാം.